നമസ്കാരം. 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലേക്ക് സ്വാഗതം. നിലാവ് പെയ്യുന്ന നാട്ടുവഴികൾ എന്ന 2ാമത്തെ യൂണിറ്റിലെ കൊച്ചു ചക്കരച്ചി എന്ന ഒരു ലേഖനമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചു ചക്കരച്ചി എന്ന മാവിനെക്കുറിച്ചാണ് പറയുന്നത്. A.P. ഉദയഭാനുവിൻ്റെ അതിമനോഹരമായ ഒരു ലേഖനമാണ് കൊച്ചു ചക്കരച്ചി. ഒരു ഉപന്യാസം പോലെ മനോഹരമാണിത്. അപ്പോൾ കൊച്ചു ചക്കരച്ചി എന്ന മാവ് എങ്ങനെയായിരുന്നു ഇവർക്ക് പ്രിയപ്പെട്ടത് എന്നുള്ള ആ ഒരു പാഠഭാഗത്തിലേക്കാണ് കടക്കുന്നത്. വീടിനോട് ചേർന്ന് ആണ് ഈ വീടിൻ്റെ ഉയരത്തെ വെല്ലുന്ന രീതിയിലായിരുന്നു ഈ കൊച്ചു ചക്കരച്ചി ഉയർന്നു നിന്നിരുന്നത്. അത്രയും ഉയരത്തിലായിരുന്നു. അപ്പോൾ വീടിന് എന്നും ഒരു ഭീഷണിയായിരുന്നു അത്. അതുപോലെ തന്നെ വീടിൻ്റെ ധാടിക്കും മോടിക്കും അതൊരു മോശമാണ് എന്ന് കരുതിയിട്ട് ഒരു പഴയ കാലത്ത് തന്നെ ഇവരുടെ അപ്പൂപ്പൻ അത് മുറിച്ച് കളയാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ അതന്ന് നടന്നില്ല. അങ്ങനെ ആ മാവ് പിന്നെയും ജീവിച്ചു. അതിൻ്റെ മാങ്ങ വിൽക്കാൻ വേണ്ടി പല ആളുകളും വന്നു. പക്ഷേ അതിലെ മാങ്ങ അങ്ങനെ വിൽക്കാൻ വേണ്ടി കഴിഞ്ഞില്ല. കാരണം അതിൽ കയറാൻ സാധിച്ചില്ല. കാരണം അതിനകത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അവർക്ക്. പക്ഷേ ആ മാങ്ങ പറിച്ച് വിൽക്കാൻ സാധിച്ചില്ല. കാരണം അതിൻ്റെ മുകളിലുള്ള മിഷറുകൾ ആയിരുന്നു അതിന് കാരണം ആ മാവ് വിചാരിച്ച് കാണണം, അല്ലെങ്കിൽ പ്രകൃതി വിചാരിച്ച് കാണണം, മാമ്പഴം എല്ലാവർക്കും തിന്നാനുള്ളതാണ്, അല്ലാതെ വിറ്റ് കളയാനുള്ളതല്ല. എല്ലാവർക്കും, വരുന്നവർക്കും പോകുന്നവർക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും മണ്ണാനും എല്ലാം കാക്കയ്ക്കും എല്ലാം തിന്നാനുള്ളതാണ്. അതുകൊണ്ട് വിറ്റ് കളയാനുള്ളതല്ല എന്ന് കരുതിയാവണം അതിൽ പ്രകൃത്യ ആ ഒരു മിഷറ് ആ മാവിനെ രക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കലും അത് മുറിച്ച് കളയണമെന്ന് ഞാൻ വാദിക്കാനും ശടിക്കാനും ലഹള കൂട്ടാനും തുടങ്ങി. കൊച്ചു ചക്കരച്ചിയുടെ ഇടതുഭാഗത്തായി താഴെ നിന്ന് 8-10 അടി ഉയരത്തിൽ തൊലി പൊളിഞ്ഞ് തടി ജീർണിച്ചിരുന്നു. ആ ആപത്ത് എങ്ങനെ സംഭവിച്ചു എന്ന് ഇന്നും നിശ്ചയമില്ല. ഇടിമിന്നലേശിയതാവാമെന്ന് ചിലർ ഊഹിച്ചു. അത് ശത്രുക്കളുടെ ദ്രോഹവൃത്തിയായി മറ്റു ചിലർ സങ്കല്പിച്ചു. ഏറ്റവും ഒടുവിൽ പ്രബലമായി വന്നിട്ടുള്ള അഭിപ്രായം, തടിക്കച്ചവടക്കാർ ആരോ തെക്കേപ്പുറത്ത് ആരുമില്ലാത്ത തക്കം നോക്കി തമര് വെച്ച് തുളച്ചതിൽ നിന്ന് വന്നതാവാമെന്നാണ്. രോഗഹേതു എന്തുമാകട്ടെ, മാരകമായ രോഗം പിടിപെട്ടു. അതാണല്ലോ ഗണിക്കാനുള്ളത്. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു. ഒന്നും കണ്ടുകിട്ടിയില്ല. ഇതിൻ്റെ തടിയുടെ മുകളിൽ ആരോ മുറിച്ചു വെച്ചതുപോലുള്ള ഒരു ജീർണാവസ്ഥ വന്നു. അതുകൊണ്ട് ഏത് നിമിഷവും ഇത് വീടിന് മേലേക്ക് അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ മേലേക്ക് വീണു പോകാമെന്നുള്ള ഒരു ഭയമുണ്ടായി. അതുകൊണ്ട് തന്നെ ലേഖകൻ വാദിക്കാൻ തുടങ്ങി, ശടിച്ചു. ഇതെങ്ങനെയെങ്കിലും മുറിച്ച് കളഞ്ഞേ ഒക്കൂ എന്ന് അദ്ദേഹം ശടിച്ചു. അത് എങ്ങനെയാണ് ആ രോഗം വന്നതെന്നറിയില്ല. പക്ഷേ ആരോ തടിക്കച്ചവടക്കാർ പലരും വന്ന് നോക്കുന്നുണ്ട്. അങ്ങനെ ആരോ അവരെ മുകളിൽ ഒരു പാടുണ്ടാക്കിയതാണ് അവരുടെ കത്തി വെച്ചിട്ട്. അങ്ങനെ ഉണങ്ങിയതായിരിക്കാമെന്നാണ്. ഏതായാലും അതിന് രോഗം പിടിപെട്ടു എന്നുള്ളതാണ് സത്യം. ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു. ഒന്നും കണ്ടുകിട്ടിയില്ല. പിന്നെ നോക്കാനുള്ളത് ജീവിച്ചിരിക്കുന്നവരുടെ രക്ഷയാണല്ലോ. കാലവർഷക്കാറ്റ് വന്ന് ആഞ്ഞടിച്ചാൽ മാവ് ഒടിഞ്ഞു വീഴുന്നത് താശ്യപ്പുരയുടെ മേലാണ്. അങ്ങനെ വന്നാലത്തെ നാശം ആർക്ക് താങ്ങാൻ കഴിയും? അപ്പോൾ അതാണ് ഈ മാവ് മുറിച്ച് മാറ്റാൻ വേണ്ടി അവർ ശടിച്ചത്. കാരണം ആ മാവ് ഒടിഞ്ഞു വീണാൽ അത് കെട്ടിടത്തിൻ്റെ നേരെ മുകളിലേക്കാണ് വന്ന് വീഴുക. അപ്പോഴുള്ള ആ ഒരു നാശം ഭയാനകമായിരിക്കും. അതുകൊണ്ട് ഇതെങ്ങനെയെങ്കിലും ഇത് മുറിച്ച് കളഞ്ഞേ ഒക്കുകയുള്ളൂ. അതിനോട് സ്നേഹമുണ്ടെങ്കിലും അത് മുറിച്ച് കളഞ്ഞേ ഒക്കൂ എന്ന് ലേഖകൻ വാദിച്ചു. വീഴാവുന്ന എവിടേക്ക് വീണാലും കെട്ടിടങ്ങൾ നശിക്കാതിരിക്കാൻ വഴിയില്ല. ആ നിലയ്ക്ക് അതിനെ വെട്ടുകയല്ലാതെ എന്തു ചെയ്യും? വെട്ടാതെ വരുന്ന അപകടത്തിന് എന്തു സമാധാനം പറയാൻ കഴിയും? എന്ത് ആശ്വാസം കണ്ടുപിടിക്കാൻ സാധിക്കും? ഇഷ്ടമുണ്ടായിട്ടല്ല, ചുമതലയാകയാലാണ് ഏറ്റവും വലിയ അത്യാഹിതം ഒഴിവാക്കാൻ ആ മാവ് മുറിക്കണമെന്ന് സകല യുക്തികളും ഉപയോഗിച്ച് ഞാൻ വാദിച്ചത്. അമ്മ ഒരു വാദവും സമ്മതിച്ചു തരാൻ ഭാവമില്ല. യുക്തി ഉള്ളിടത്തല്ലേ യുക്തിവാദം ഫലിക്കൂ. ഇവിടെ ഭക്തിയും വിശ്വാസവുമാണ്. കൊച്ചു ചക്കരച്ചി വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയിലായിരുന്നു അമ്മയ്ക്ക്. അപ്പോൾ ലേഖകൻ്റെ ആ യുക്തി പറഞ്ഞത് ഇത് കുറച്ചുകൂടി ഒരു പ്രായോഗികമായിട്ട് ചിന്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത്.
ആ മാവെങ്ങാനും ഒടിഞ്ഞു വീണ് കഴിഞ്ഞാൽ നേരെ വീടിൻ്റെ മുകളിലേക്കാണ് വീഴുക, വീട് മുഴുവൻ തകർന്നു പോകും. അത് മുറിച്ച് കളയണമെന്ന് സർവ്വശക്തികളും ഉപയോഗിച്ച് പറഞ്ഞെങ്കിൽ കൂടി അമ്മ അത് സമ്മതിച്ചില്ല. അതാണ് പറയുന്നത്, യുക്തിയുള്ളിടത്തല്ലേ എന്തെങ്കിലും യുക്തിവാദം വലിക്കുകയുള്ളൂ. ഇവിടെ അമ്മയ്ക്ക് ഭക്തിയും വിശ്വാസവുമായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്നായിരുന്നു. അവൾ വീണാലും ആർക്കും നമുക്ക് ആപത്ത് വരുത്തുകയില്ല എന്ന വാദത്തിൽ അമ്മ ഉറച്ചു നിൽക്കുകയായിരുന്നു. കാറ്റും മഴയും വരുമ്പോഴൊക്കെ അമ്മ പൂമുഖത്ത് നിന്നിരിക്കും. കൊച്ചു ചക്കരച്ചി ചതിക്കില്ല എന്ന വിശ്വാസമാണോ, അതോ വീണു പൂമുഖവും അറയും തകർക്കുന്നെങ്കിൽ അതോടെ താനും തകരട്ടെ എന്ന വിചാരമാണോ അതിൻ്റെ പ്രേരകശക്തി എന്നറിയില്ല. എത്ര പറഞ്ഞാലും കാറ്റും മഴയും വന്നാൽ അമ്മ ആ അപകട സ്ഥാനത്ത് ചെന്നിരുന്നത് തന്നെ. കൊച്ചു ചക്കരച്ചി വീഴില്ല എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു അമ്മ. അപ്പോൾ കാറ്റും മഴയും വരുമ്പോൾ അമ്മ വരാന്തയിൽ പോയിരിക്കും, കൊച്ചു ചക്കരച്ചിയെ നോക്കിയിരിക്കും. ഇനി കൊച്ചു ചക്കരച്ചി വീണാലും തനിക്ക് അത് വീണ് താനും കൂടി പോയിക്കോട്ടെ എന്നുള്ള ആ ഒരു സങ്കല്പമാണോ വിചാരമാണോ എന്നറിയില്ല. എങ്ങനെയായാലും അത് ആ കൊച്ചു ചക്കരച്ചിയുടെ അടുത്ത് പോയിട്ട് അങ്ങനെ ആ വരാന്തയിൽ പോയിട്ട് നോക്കി നിൽക്കുക അമ്മയുടെ ശീലമായിരുന്നു കാറ്റും മഴയും വരുമ്പോൾ. ജീവച്ഛേദകരമായ രോഗം പിടിപെട്ടിട്ടും യാതൊന്നും സംഭവിച്ചില്ലെന്ന മട്ടിൽ ഋതുചക്ര തിരച്ചിലിനനുസൃതമാമിതം ആ മാവ് തളിർക്കുകയും പൂത്തു കുടച്ചക്രം പോലെ സ്വർണ്ണസ്ഫുലിംഗങ്ങൾ പാറി വിലസുകയും ഇലകളിൽ നിന്ന് ഈഷൻ മാത്രം നിറഭേദമുള്ള മാമ്പഴക്കിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞ് ചാഞ്ചാടുമ്പോൾ തൻ്റെ ഗൗരവം വിടാതെ അർദ്ധവൃത്താകൃതിയിൽ ലേശം ഒന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നത് വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. അപ്പോൾ ആ മാവ് മുറിക്കാൻ വേണ്ടി അമ്മ സമ്മതിച്ചില്ല. അങ്ങനെ ജീവച്ഛേദകരമായ രോഗം പിടിപെട്ടും, ജീവച്ഛേദകരം ജീവന് നാശം വരുന്ന ഒരു രോഗം പിടിപെട്ടിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നുള്ള രീതിയിലായിരുന്നു ആ മാവ് തലയുയർത്തി നിന്നിരുന്നത്. ആ സെൻറ്റൻസ് ഒന്ന് നോക്കുക, വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു സെൻറ്റൻസാണ് അത്. ധൃതിചക്രത്തിൽ തിരച്ചിലിന് അനുസൃതമാമിതം ആ മാവ് തളിർക്കുകയും പൂത്തു കുടച്ചക്രം പോലെ സ്വർണ്ണസ്ഫുലിംഗങ്ങൾ പാറി വിലസുകയും ഇലകളിൽ നിന്ന് ഈഷൻ മാത്രം അല്പമാത്രം നിറഭേദമുള്ള മാമ്പഴക്കിങ്ങിണികൾ ചാർത്തി നിൽക്കുകയും കാലവർഷക്കാറ്റിൽ മറ്റു മരങ്ങൾ ചാഞ്ഞുലഞ്ഞു ചാഞ്ചാടുമ്പോൾ തൻ്റെ ഗൗരവം വിടാതെ അർദ്ധവൃത്താകൃതിയിൽ ലേശം ഒന്ന് തിരിഞ്ഞ് നൃത്തം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന വേദനയോടെ ഞങ്ങൾ നോക്കിക്കണ്ടു. അപ്പോൾ ഇത്രയും മാരകമായ രോഗം പിടിപെട്ടിട്ടും അത് ഏത് നിമിഷവും നിലംപത്താവുന്ന ഗതി വന്നിട്ടും അത് പതിവ് പോലെ പൂത്തുലഞ്ഞ് ആ മാവിൽ സ്വർണ്ണ സ്ഫുലിംഗങ്ങൾ വളരുകയും അങ്ങനെ ഒരുപാട് ഉണ്ണിമാങ്ങകൾ വിരിയുകയും മാവ് പഴുക്കുകയും മാങ്ങ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. വലിയ കാറ്റൊക്കെ വരുന്ന സമയത്ത് അത് തൻ്റെ ഗൗരവം വിടാതെ അല്പം ഒന്ന് ചാഞ്ചാടി അവിടെ തന്നെ നിലകൊണ്ടു എന്നാണ് പറയുന്നത്. കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാൾ ആകാശത്തിനു താഴെ തൻ്റെ ഇലപ്പടർപ്പ് കൊണ്ട് മറ്റൊരാകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര ദുംബിടമായി നിൽക്കുന്നത് ആസന്നമായ വേർപാടിൻ്റെ ബോധത്തെയും വേദനയെയും ഉൾക്കടമാക്കി തീർത്തു. അപ്പോൾ പതിവില്ലാത്ത വിധം ആ കൊച്ചു ചക്കരച്ചിയുടെ ആ കാഴ്ച അതിമനോഹരമായിരുന്നു. കറുത്ത വാവിൻ നാൾ നല്ല അതിൻ്റെ ആകാശത്തിൻ്റെ കീഴെ മറ്റൊരാകാശമായിരുന്നു അത് സൃഷ്ടിച്ചിരുന്നതെന്ന്. തൻ്റെ ഇലപ്പടർപ്പ് കൊണ്ട് ആകാശം സൃഷ്ടിച്ച് മിന്നാമിനുങ്ങുകളെ കൊണ്ട് നക്ഷത്ര നിമിടമായി നിന്നു. അപ്പോൾ കറുത്ത വാവിൻ്റെ നാൾ അത് മറ്റൊരാകാശം സൃഷ്ടിച്ച് അത്രയും വലിപ്പമുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരാകാശം പോലെ അത് തോന്നിച്ചു. ഇപ്പോൾ സാധാരണഗതിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ ഉണ്ടാകുന്നത് പോലെ തന്നെ കറുത്ത വാവിൻ നാളിൽ ഈ മാവിൻ്റെ കൊച്ചു ചക്കരച്ചിയുടെ മുകളിൽ അതിമനോഹരമാംവിധം മിന്നാമിനുങ്ങുകൾ കൂടുകൂട്ടിയിരുന്നു. അതൊരു മറ്റൊരാകാശത്തിൻ്റെ ആ ഒരു കാഴ്ചയെ പ്രതീതിയെ ജനിപ്പിച്ചു എന്ന്. അതുവരെ കാണാതിരുന്ന അളവിലും ആഴത്തിലും തറവാടിൻ്റെ ആ ചിരബന്ധുവിൻ്റെ ഗുണങ്ങൾ ഹൃദയത്തിൽ ആഞ്ഞുവദിച്ചു. അപ്പോൾ അതിനെ വീഴാൻ പോകുന്ന ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ അത് മരിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിൽ അതിൻ്റെ സൗന്ദര്യവും അതിൻ്റെ ആ ഒരു ആശ്വാസവും അതിൻ്റെ ഗുണഗണങ്ങളും എല്ലാം ഈ കുടുംബത്തിൻ്റെ മനസ്സിൽ നിറഞ്ഞു വന്നു. അങ്ങനെ ആശങ്ക നിറഞ്ഞ ഒരു 10 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ മാവ് മുറിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിന് രോഗം വന്നിട്ടും ഒരു 10 കൊല്ലം ഇതുപോലെ തന്നെ അത് യാതൊരു ഭാവഭേദവുമില്ലാതെ പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്തു. കേവലം ഇച്ഛാശക്തി കൊണ്ടെന്ന പോലെ ആ മാവ് നിലനിന്നു. തുലാവർഷക്കാറ്റുകളും കാലവർഷക്കാറ്റുകളും ആ മുത്തശ്ശിയുടെ നിബിഡവും ശ്യാമളവുമായ തലമുടികളിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു, തള്ളിയിട്ടില്ല. അങ്ങനെ തുലാവർഷക്കാറ്റ് വന്നു, കാലവർഷക്കാറ്റ് വന്നു, എന്നിട്ടും അത് വീണില്ല. എന്ത് ചെയ്തു? ആ മുത്തശ്ശിയുടെ
നിബിഡമായിട്ടുള്ള ആ ഒരു മുടിയിൽ കൂടി, തലമുടികളിൽ കൂടി വിരലോടിച്ചു പോവുക മാത്രം ചെയ്തു. അത് തള്ളിയിട്ടില്ല. അപ്പോൾ ഒരു മാനുഷിക പരിഗണനയാണ് കൊടുക്കുന്നത്. ഒരു മുത്തശ്ശിയെ പോലെയാണ് കാണുന്നത്. ഒരു കുടുംബം മുഴുവൻ തലമുറകളായി ആ ഒരു പോറ്റി വന്ന ഒരു മുത്തശ്ശിയുടെ ആ ഒരു പ്രതീതിയാണ് അത് ജനിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഇരിക്കെ 20 വർഷം മുമ്പ് വൃശ്ചികം ധനുമാസത്തിൽ നേരിയ ഒരു വർഷവും കാറ്റും ഉണ്ടായി. പഴുത്ത ഇലകൾ കൊഴിക്കാൻ മാത്രം പോരുന്ന ഒന്ന്. അകാലത്തുള്ള ആ കാറ്റും മഴയും കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രത്യേകം നിയുക്തമായവയായിരുന്നു. അല്പം തെക്കു പടിഞ്ഞാറ് ചാഞ്ഞ് അത് മുറിഞ്ഞു വീണു. പടിയിറ്റതിൽ വീട്ടിൻ്റെ മതിൽ അല്പം പൊളിഞ്ഞു. ഒരു തൈമാവിൻ്റെ ഒരു ശിഖരം ഒടിഞ്ഞു. കളത്തിനരികിലെ പുളിമരത്തിൻ്റെ ഏതാനും ചെറിയ കൊമ്പുകൾ അടർന്നു. അതിനേക്കാൾ നിരുപദ്രവകരമായി എത്ര വിദഗ്ധനായ ഒരു മരം വെട്ടുകാരനും അതിനെ മുറിച്ചിടാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ അനിവാര്യമെന്നവണ്ണം ആ 400 കൊല്ലങ്ങളായി അത് ആ ഒരു കുടുംബത്തെ മുഴുവൻ അങ്ങനെ തീറ്റിപ്പോറ്റുകയാണ്. അങ്ങനെ അനിവാര്യമായതിൻ്റെ മരണം സംഭവിച്ചു. അമ്മ വിചാരിച്ചതുപോലെ തന്നെ അത് ആ വീടിൻ്റെ മേലെ വീണില്ല. ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കിയില്ല. എത്ര വിദഗ്ധനായ ഒരു മരം വെട്ടുവന്നുകാരൻ വന്നാൽ പോലും അത്രയും വിദഗ്ധമായി അതിനെ മുറിച്ച് താഴെ ഇടാൻ കഴിയില്ല. അങ്ങനെ ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാതെ ഒരു തുലാവർഷ കാറ്റിൽ ലേഖകൻ പറയുന്നതാണ്, കൊച്ചു ചക്കരച്ചിയുടെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തമായ ഒരു കാറ്റ്, അത്രയും ആ ഒരു ചെറിയൊരു കാറ്റിനാണ് അത് വീണുപോയത് എന്നാണ്. അപ്പോൾ സ്വന്തം കുടുംബത്തിലെ ഒരു അംഗം പോയ മരിച്ചുപോയ ഒരു പ്രതീതിയാണ്, ഒരു സങ്കടമാണ് ലേഖകന് ഉണ്ടാകുന്നത്. കൊച്ചു ചക്കരച്ചി നേരുള്ള മാവാണ്, അവൾ ദോഷം വരുത്തുകയില്ല എന്നുള്ള അമ്മയുടെ വിശ്വാസം ജയിച്ചു. അവിടെ കിളച്ചു പൊന്തിയ മാവിൻ തൈനെ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിൽ അമ്മ വാത്സല്യത്തോടെ വളർത്തി. ഈ ആണ്ടിൽ അത് കായ്ച്ചു. അവൾ പുളിച്ചിയാണ്. അപ്പോൾ അമ്മയുടെ വിശ്വാസം അമ്മയെ രക്ഷിച്ചു. കാരണം അവൾ ആർക്കും ദോഷം വരുത്തുകയില്ല എന്നുള്ള അത്രയും സ്നേഹമായിരുന്നു, ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സ്നേഹമായിരുന്നു. അങ്ങനെ അമ്മ വിചാരിച്ചതുപോലെ തന്നെ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ അത് വീണു. അവിടെ ആ മാവിൻ തൈ വീണതിന് ശേഷം അവളുടെ മകൾ അവിടെ ഒരു പുതിയൊരു തലമുറ അവിടെ ഉണ്ടായി. അമ്മ കൊച്ചു ചക്കരച്ചിയുടെ മകൾ എന്ന നിലയിലാണ് അതിനെ വളർത്തിയത്. അവളുടെ മാങ്ങ പുളിയാണ്, അതുകൊണ്ട് അവളെ പുളിച്ചി എന്നാണ് പറയുന്നത്. അപ്പോൾ നേരത്തേത് ചക്കരച്ചിയാണ്, ചക്കര പോലെ രുചിയുള്ള മാങ്ങ. ഇത് അല്പം പുളിയുള്ളത് കൊണ്ട് അവളുടെ മകളെ പുളിച്ചി എന്നാണ് വിളിച്ചത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.